ഞായറാഴ്ച ഡെലിവറൻസ് മീറ്റിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. ദൈവം നമ്മുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് നമ്മുടെ ഇവിടുത്തെ ലൈറ്റിൻ്റെ, നമ്മൾ ഈ ഒമാനിലെ ലൈറ്റ് ഭയങ്കര, ഞാൻ കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ആദ്യം നമ്മൾ വരുമ്പോൾ ഇരുട്ടായിരിക്കും, പക്ഷെ നമ്മൾ കയറുന്ന സമയത്ത് ലൈറ്റ് വന്നുകൊണ്ടിരിക്കും. ഞാൻ ഇങ്ങോട്ട് കയറിയ സമയത്ത് പരിശുദ്ധാത്മാവ് പറയാം, ഡെമോണിക് റലങ്ങൾ എക്സ്പോസ് ആവാൻ വേണ്ടി പോവുക. അപ്പം ഞാൻ ഈ ലൈറ്റ് കണ്ട സമയത്ത് എൻ്റെ ഉള്ളിലോട്ട് പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളിൽ കൂടെ ചില കാര്യങ്ങളെ ദൈവം എക്സ്പോസ് ചെയ്യും. നിങ്ങൾ ദൈവത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങൾ പോകുന്നിടത്ത് അന്ധകാരം എക്സ്പോസ് ആവും. അതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. രണ്ടാമത്തെ കാര്യം ദൈവം എന്നോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ഒരു മഹത്വം, ഒരു ഗ്ലോറിയുടെ തലം ഇന്ന് ഇവിടെ റിലീസാവാൻ വേണ്ടി പോവുക. അത് റിയലാണ്. അത് സംഭവിച്ചാൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വചനം പറഞ്ഞ സമയത്ത് പറഞ്ഞു, നമുക്ക് 2 അഡ്രസ്സ് ഉണ്ടായിരുന്നു. ആദ്യത്തെ അഡ്രസ്സ് ലോകത്തിൻ്റെ, പിന്നെ നമ്മുടെ അഡ്രസ്സ് മാറി. ഇപ്പം നമ്മളിപ്പോൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. അവിടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ലാസ്റ്റ് പറഞ്ഞത്, സ്വർഗത്തിൻ്റെ റലത്തിൽ അതിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞ ഗ്ലോറിയാണ്, മഹത്വമാണ് സ്വർഗത്തിൻ്റെ ഒരു ക്യാരക്ടർ. മഹത്വമില്ലാതെ, ഗ്ലോറി ഇല്ലാതെ ദൈവം ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദൈവം ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഗ്ലോറി ഉണ്ടായിരിക്കും. നമ്മളിപ്പം ഇവിടുത്തെ ഈ രാജ്യത്തിൻ്റെ ഒരു കറൻസി നമ്മുടെ കയ്യിൽ കിട്ടുവാണെങ്കിൽ എങ്ങനെ അറിയുന്നത് അത് ഈ രാജ്യത്തിൻ്റെ കറൻസിയാണ്? അതിൽ ഇവിടുത്തെ രാജാവിൻ്റെ മുദ്ര കാണും. നമ്മൾ ഇന്ത്യൻ കറൻസി എടുക്കുവാണെങ്കിൽ അതിനകത്ത് നമ്മുടെ അശോക സ്തംഭം കാണും. ദൈവത്തിൽ നിന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ദൈവത്തിൻ്റെ ഗ്ലോറി കാണും. അത് ദൈവത്തിൻ്റെ മുദ്രയാണ്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അങ്ങയുടെ മഹത്വം, കർത്താവെ, അതിൻ്റെ അതേ തലം ഞങ്ങൾ ഇന്ന് അനുഭവിക്കാൻ വേണ്ടി പോകുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ലഹറിധിരിയോ റഹദബോ ഷഹറധിരിധിയോ ലഹറോധോ ഷഹറധിഖോ. കർത്താവെ, അത് അങ്ങ് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം അങ്ങയുടെ വചനത്തെ റിസീവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡിയാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവെ, ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. യോഹന്നാൻ 17:22, 23 വാക്യം. യോഹന്നാൻ 17, 22, 23. നോക്കിയേ, ഈ ഏറ്റവും നമുക്ക് വായിക്കുവാൻ സിമ്പിളായത്, ഞാൻ എന്നോട് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബുക്ക് ചോദിച്ചാൽ ഞാൻ പറയും യോഹന്നാൻ്റെ സുവിശേഷം. കാരണം എനിക്കിത് വായിച്ച സമയത്താണ് ദൈവം ത്രിയേക ദൈവമാണെന്ന് മനസ്സിലായത്, പരിശുദ്ധാത്മാവിനെ കുറിച്ച് മനസ്സിലായി. ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഒത്തിരി ദൈവത്തെക്കുറിച്ചുള്ള റെവലേഷനുള്ള ഒരു ഭാഗം ഇത്. ഇവിടെ പറഞ്ഞൊരു കാര്യം, യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് സംസാരിക്കുക. അവിടെ വെച്ച് അവിടെ യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്കകത്ത് പറയണം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. മഹത്വം ഓൾറെഡി നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുക. ചില ആൾക്കാർ പറയാറുണ്ട്, നിങ്ങൾക്കത് ലഭിക്കാൻ പോകുന്നു. പക്ഷെ ബൈബിൾ പ്രകാരം നോക്കിയോണെ, ഈ സമയത്ത് ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ ഇരിക്കുന്ന സമയത്ത് അവർ ബോൺ അഗെയിൻ അല്ല. അവർ കർത്താവിനെ ജഡത്തിൽ മാത്രം അറിയുന്നവരാണ്. പക്ഷെ അവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇനി വരാൻ പോകുന്ന അവർക്ക് വേണ്ടി ഞാൻ പറയുവാണേ ആ മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഈ മഹത്വം കൊടുക്കുവാനുള്ള റീസൺ, ജസ്റ്റ് ഒരു മഹത്വം കൊടുത്ത് അങ്ങനെയല്ല, അതിനൊരു റീസണുണ്ട്. ആ റീസണാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകമറിയുവാൻ. കാരണം ലോകത്തിൽ നമ്മളെ ഇപ്പം ഒരു ബിലീവർ ഒരു സ്ഥലത്ത് നിൽക്കുന്നു, ഒരു സാധാരണക്കാരൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. 2 ആൾക്കാരെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവർ റിയൽ ബിലീവർ ആണെങ്കിൽ അവരുടെ ക്യാരക്ടറിനകത്തൊരു വ്യത്യാസം കാണും, അവരുടെ ഇടപെടലിനൊരു വ്യത്യാസം കാണും. ഞാൻ പറഞ്ഞ ശൈലി എടുത്തിട്ട് നമ്മളൊരു അതൊന്നുമല്ല. അവരുടെ ഇടപെടൽ കാണുമ്പോൾ അവരിലൊരു ദൈവശക്തി നമ്മൾ കാണും.
ഇന്ന് എന്നെ ഒരു വ്യക്തി കാണാൻ വേണ്ടി വന്നു. ആക്ച്വലി ഒരു ബാങ്കിൻ്റെ ഒരു കാര്യമായിരുന്നു. ഒരു ബാങ്കിലെ ഒരു കാര്യം, ഒരു റെപ്രസെൻറ്റേറ്റീവ് കാണാൻ വേണ്ടി വന്നു. ഞാൻ പോകാൻ വേണ്ടി ചോദിച്ചു, ഏത് ചർച്ചിൽ അറ്റൻഡ് ചെയ്യുന്നത്? പുള്ളി പറഞ്ഞു, ഞാൻ ബെന്തിക്കോസ്താണ്. ഞാൻ പറഞ്ഞു, മനസ്സിലായി. കാരണം ഇടപെടൽ കണ്ടപ്പോൾ മനസ്സിലായി ഇത് ബെന്തിക്കോസ്താണ്. ഇവിടുത്തെ OPA ഒരു മെമ്പറായിരുന്നു. ഞാൻ അധികം താമസിച്ച് നമ്മുടെ ചർച്ച വരും. കാരണം നമുക്കൊരാളെ ദൈവം കൊണ്ട് തരും, അതിനകത്ത് ഒരു കണക്ഷൻ കാണും. അപ്പം ഞാൻ പറഞ്ഞത്, ലോകക്കാരിലും നമ്മളിലും വ്യത്യാസമുണ്ട്. ഏറ്റവും വലിയ വ്യത്യാസം, അവരിൽ മഹത്വമില്ല, നമ്മളിൽ മഹത്വം ഉണ്ട്. ഇപ്പം നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും, നമ്മൾ കാണുന്നില്ലായിരിക്കും. റിയാലിറ്റി, എന്നിൽ നിങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. അത് വരാൻ വേണ്ടി പോകുകയല്ല, ഓൾറെഡി നിങ്ങൾ ബോൺ അഗെയിൻ ആയ സമയത്ത് അത് സംഭവിച്ചു. ഞാൻ അതിലോട്ട് പോകാൻ വേണ്ടി പോവാം. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം, ഈ മഹത്വം നിങ്ങൾക്ക് കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ്? ലോകത്തിൽ എങ്ങനെ ഇരിക്കുന്നത്? നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്ന് ലോകം അറിവാൻ. യേശുവിനെ എങ്ങനെ സ്നേഹിച്ചിരിക്കുന്നു? യേശു എപ്പോഴും പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവ് ചെയ്യുന്നത് പോലെ ഞാൻ ചെയ്യും, പിതാവ് പറയുന്നത് ഞാൻ അനുസരിക്കും, ഞാൻ ആ പിതാവ് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യും. അങ്ങനെ യേശു പറഞ്ഞ കാര്യം. അപ്പോൾ യേശുവിനെ പിതാവ് സ്നേഹിക്കുന്നു. പക്ഷെ യേശുവിനെ പിതാവ് സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളെയും സ്നേഹിച്ചു. അതുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട പുത്രനെ തന്നെ നമുക്ക് വേണ്ടി കൊടുത്തു, യാഗമായി നമ്മളെ വീണ്ടെടുത്തു. നമ്മൾ പാപികളായിരുന്ന സമയത്ത് തന്നെ, ഒരു ഗുണവും ഇല്ലാത്ത സമയത്ത് തന്നെ കർത്താവ് നമ്മളെ സ്നേഹിച്ച് നമ്മളെ വീണ്ടെടുത്തു. മഹത്വം നമ്മളുടെ മേൽ നൽകിയിരിക്കുക. രണ്ടാമത്തെ കാര്യം, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന്. യേശുവും പിതാവും എങ്ങനെയാണ് മൂവ് ചെയ്തത്? യേശു ഒന്നായിരുന്നു. പിതാവ് എൻ്റെ ഉള്ളിൽ വസിച്ചിട്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഇപ്പം യേശു പറയാം, ഈ അടുത്ത തലത്തിൽ സംഭവിക്കുന്ന കാര്യം, ഞാൻ അവരിൽ, അതായത് യേശുവിൽ നമ്മൾ, യേശു പിതാവിൽ. ഇത് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ മുകളില, പക്ഷെ വിശ്വസിക്കുക, ഇതാണ് റിയൽ യൂണിയൻ. നമ്മൾ ഇതേ ഒരുമയിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ഒന്നാകണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം അവിടെ കോമൺ ആണ്, മഹത്വം വേണം അവിടെ. കാരണം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച, കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഞാൻ ദൈവത്തിൻ്റെ വചനം പറഞ്ഞു, നമ്മൾ വന്നിരിക്കുന്ന എവിടുന്നാ? നമ്മൾ വന്നിരിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്, അവനിൽ നിന്നും അവനാൽ അവനിലേക്ക്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിലായിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് ഭൂമിയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് വീണ്ടും നമ്മൾ അതിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ്. പക്ഷെ യേശു പറയുവാണ്, യേശുവും പിതാവും ഒന്നായിരിക്കുന്നത് ആ മഹത്വം കാരണമാണ് അവർ ഒന്നായിരിക്കുന്നത്. അതേ യൂണിയനിലേക്ക് നമ്മളെയും കൂടെ ചേർക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മഹത്വം വേണം. അപ്പം ഗ്ലോറിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഗ്ലോറി എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ മനുഷ്യൻ്റെ ചിന്ത ഇങ്ങനെയാണ്, എന്തോ ഒരു തേജസ്. ആ തേജസ്സിനേക്കാളും ഹയർ റലമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് അത് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഞാൻ അതിലോട്ട് വരാൻ വേണ്ടി പോവാണേ. അപ്പം ഇപ്പം ഇതാണ് പർപ്പസ്. നമ്മൾ പിതാവുമായി, യേശുവുമായിട്ട് യൂണിറ്റിയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ മഹത്വം വേണം. ആ മഹത്വം നമുക്ക് വേണ്ടി ദൈവം റിലീസ് ചെയ്തിരിക്കുക. രണ്ടാമത് നമുക്കൊരു വാക്യം വായിക്കാം. 2 ദിനവൃത്താന്തം 5-ാം അധ്യായം 13-14 വാക്യം. 2 ദിനവൃത്താന്തം 5, 13, 14. ഇത് കഴിഞ്ഞ തവണ നമ്മൾ വചനം പറഞ്ഞൊരു കാര്യമാണേ. ഇവിടെ സംഭവിച്ച കാര്യം, ദൈവം ശലോമോനെ കൊണ്ട് ഒരു ദേവാലയം പണിയിക്കുക. ദേവാലയം പണിയിച്ച ശേഷം നോക്കിയാൽ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കി, കർത്താവ് പറഞ്ഞ പോലെ എല്ലാ എക്യുപ്മെൻസും ഉണ്ടാക്കി. അതിനുശേഷം ഒരു പ്രോസസ്സ് സംഭവിച്ചു. ആ പ്രോസസ്സിൽ സംഭവിച്ചത്, ദൈവത്തിൻ്റെ തേജസ് ആ മനുഷ്യൻ പണിഞ്ഞ ആലയത്തിലേക്ക് വന്നു. കുറച്ചും കൂടെ കറക്റ്റായിട്ട് പറഞ്ഞില്ല, ആദ്യം അവരുണ്ടാക്കിയ സമയത്ത് അത് മനുഷ്യനിർമ്മിതമായ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എപ്പോൾ ദൈവത്തിൻ്റെ തേജസ് അതിലോട്ട് എൻ്റർ ആയോ, അത് ദൈവത്തിൻ്റെതായിട്ട് മാറി. നോക്കി, ദൈവത്തിൻ്റെ ആർക്ക് ഓഫ് ദ കവനന്റ്, നിയമപ്പെട്ട അവിടെയുണ്ട്.
ആ നിയമപ്പെട്ടകം 2 കെരൂബുകളുടെയൊക്കെ ഇമേജ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക. ദൈവത്തിന്റെ തേജസ് വന്നില്ലെങ്കിൽ അത് ജസ്റ്റ് ഒരു എന്താ പറഞ്ഞ ഒരു കലാപരമായ ഒരു എന്താ പറഞ്ഞ സൃഷ്ടി, ഒരു അത് മാത്രമാണ്. പക്ഷേ ദൈവത്തിന്റെ തേജസ് അതിലോട്ട് എൻ്റർ ആയ സമയത്ത് അവിടെ ദൈവത്തിന്റെ മുദ്ര ഓൾറെഡി പതിഞ്ഞു. ഞാൻ പറഞ്ഞ നോട്ടിനകത്ത് ഇവിടുത്തെ രാജാവിന്റെ ചിഹ്നം വരുമ്പോൾ അതിന് അപ്രൂവൽ വന്നു കഴിഞ്ഞു. ഇവിടെ ആ ദേവാലയം റിയൽ ആയിട്ട് അപ്രൂവ് ആയത് ദൈവത്തിന്റെ തേജസ് അവിടെ നിറഞ്ഞപ്പോഴാണ്. നോക്കിക്കോണേ, അവിടെ ആ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, തൊട്ട് മുകളിലത്തെ വാക്യത്തിനകത്ത് പറയുന്നുണ്ട്, യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. പുതിയ നിയമപ്രകാരം ആലയം നമ്മളാണ്. ആലയം നമ്മളാണ്. രക്ഷിക്കപ്പെട്ട സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ഉടമസ്ഥാവകാശം മാറുന്നത്? അതുവരെ നമ്മൾ ഇരുട്ടിൻ്റെ രാജ്യത്തിലാണ്, ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ കർത്താവിനെ വിശ്വസിച്ച് ആ സെക്കൻഡിൽ വീണ്ടും ജനനം നടന്നു. ആ സമയത്ത് നമ്മുടെ ഉള്ളിലോട്ട് ദൈവത്തിൻ്റെ ഈ തേജസ്, ദൈവത്തിൻ്റെ ഈ മഹത്വം വന്നു കഴിഞ്ഞു. എൻറ്റയർലി എല്ലാ കാര്യം ചേഞ്ച് ചെയ്തു. നോക്കി, ഇവിടെ മഹത്വം എങ്ങനെയാണ് വന്നത്? വെളിച്ചമായിട്ടല്ല, ഒരു മേഘമായിട്ട് അവിടെ ഇറങ്ങി വന്നു. അപ്പം നമ്മൾ കാണുന്ന മഹത്വം വെളിച്ചമാണോ അതോ മേഘമാണോ? കാരണം അത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഇവിടെ ഒരു മേഘം പോലെ അവിടെ നിറഞ്ഞു. നിറഞ്ഞ സമയത്ത് സംഭവിച്ച കാര്യം, മാനുഷികമായിട്ടുള്ള എല്ലാ ആചാരങ്ങളും എല്ലാ ചടങ്ങുകളും അവിടെ നിന്നുപോയി. അതായത് നമ്മുടെ ആലയത്തിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്താൽ മനുഷ്യൻ വെച്ച കർമ്മം മാറിപ്പോവും. നോക്കിക്കോണേ, ഏതെങ്കിലും സമയത്ത് നമ്മുടെ ആലയത്തിൽ, നമ്മുടെ ചർച്ചിൽ മനുഷ്യൻ വെച്ച ക്രമം മാറുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നല്ല കാര്യമാണ്, ദൈവത്തിൻ്റെ ഗ്ലോറി വെളിപ്പെട്ട് കഴിഞ്ഞു. അതിനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് വെളിപ്പെടും. അത് ഓൾറെഡി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളത് കാണാൻ വേണ്ടി പോവുക. ദൈവത്തിൻ്റെ തേജസ്, ഞാൻ പറഞ്ഞ ഇത് വെറും ഒരു പ്രസംഗമായിട്ട് കരുതരുത്, ഇത് റിയൽ ആണ്. അത് സംഭവിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങി വരുന്നത് കണ്ടു. നമ്മുടെ ഇപ്പം അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്. ഒരു കാര്യം, അവർക്കൊരു കാര്യം അറിയാൻ, ഒരു വ്യക്തിയുടെ ഹൃദയം ഒന്ന് മാറണം. നോർമലി മാറത്തില്ല. പ്രാർത്ഥിച്ച സമയത്ത് ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങുന്ന ഞാൻ റിയലായിട്ട് കണ്ടു. ഇന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ആ വ്യക്തിയുടെ ഹൃദയം മാറി, അവരുദ്ദേശിച്ച കാര്യം നടന്നു. ഞാൻ പറഞ്ഞ വ്യക്തിയുടെ ഹൃദയം മാറിപ്പോയി. ഒരു വ്യക്തി, ഹാർഷായിട്ടിരുന്ന വ്യക്തി, അദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മാറ്റി ഇവർക്ക് അനുകൂലമായിട്ട് മാറി. ദൈവത്തിൻ്റെ ഗ്ലോറി ഇറങ്ങുന്ന സമയത്ത് മനുഷ്യൻ്റെ ക്രമം മാറും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. റോമർ 3:23. റോമർ 3:23. യേശുവിൻ്റെ നാമത്തിൽ. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നോക്കി, ഇതൊരു ആക്ച്വലി നെഗറ്റീവായിട്ടുള്ള വാക്യാണ്. നമ്മൾ പാപം ചെയ്ത സമയത്ത് ദൈവ തേജസ് നമ്മളെ വിട്ടുപോയി. പക്ഷെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമുക്കറിയാം ആദവിനെ ഔവയും സൃഷ്ടിച്ച സമയത്ത് നമ്മൾ വായിച്ചാൽ അറിയാം, അവർ നഗ്നനായിരുന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നത്. പക്ഷെ അവർക്ക് ആ നഗ്നത ഫീൽ ചെയ്തില്ല. റീസൺ, അവരെ വസ്ത്രത്തെക്കാളും വലിയൊരു കാര്യം പൊതിഞ്ഞിരുന്നു, അത് ദൈവത്തിൻ്റെ തേജസ്സാണ്. ദൈവത്തിൻ്റെ തേജസ്സിലാണ് അവരെ സൃഷ്ടിച്ചത്. ഞാൻ പറഞ്ഞ, ദൈവം എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്താൽ, എന്തിനെയെങ്കിലും ദൈവം ഉണ്ടാക്കിയാൽ അതിൽ ദൈവത്തിൻ്റെ തേജസ് കാണും. തേജസ് ഇല്ലാത്ത ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം, ഇപ്പം ഞാൻ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്. ഞാൻ പറയുകയാണ്, എല്ലാ വസ്തുക്കളും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഞാൻ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ പറയുകയാണെങ്കിൽ പറയും, ഗ്ലോറി ഇല്ലാതെ ഒരു വസ്തുവില്ല. സകല കർത്താവ് ഉണ്ടാക്കിയ സകലത്തിലും ദൈവത്തിൻ്റെ ഗ്ലോറിയുണ്ട്. പക്ഷെ അവർ സംഭവിച്ച കാര്യം, അവർ പാപം ചെയ്ത സമയത്ത് ആ ഗ്ലോറി അവരെ വിട്ടുപോയി. ഞാൻ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 17:5. കർത്താവ് പറയുന്നൊരു കാര്യമാണ്. യോഹന്നാൻ 17:5. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുൻപേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തേണമേ. ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. ഇവിടെ യേശു പറയുക, യേശു ഇവിടെ ഭൂമിയിൽ ഇറങ്ങി വന്നിരിക്കുകയാണ്, തിരിച്ച് സ്വർഗാരോഹണം ചെയ്യാൻ വേണ്ടി പോകും. അപ്പോൾ യേശു തന്നെ പറയുന്ന കാര്യം,
ഉണ്ടായിരുന്ന മഹത്വത്തിലേക്ക് വീണ്ടും ചേർക്കണം. യേശുവിന് ഗ്ലോറി ആവശ്യമായിരുന്നു. യേശു മനുഷ്യനായിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞത് കർത്താവിൻ്റെ ലെവലിൽ യേശു മനുഷ്യനായിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്താണ് യേശു ആ ഗ്ലോറിക്ക് വേണ്ടി ആഗ്രഹിച്ചു. പിതാവിനോട് പറയുവാണ്, അതിലേക്ക് വീണ്ടും എന്നെ പ്രവേശിപ്പിക്കണം. ഞാൻ പറഞ്ഞ കാര്യം, യേശുവിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്കും വേണം. ചില ആൾക്കാർ പറയും, നമുക്ക് ഈ വലിയ വലിയ പ്രസംഗങ്ങളൊക്കെ കേൾക്കും, നമ്മുടെ മോളിൽ കൂടെ കേട്ട് 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 ജസ്റ്റ് ഒരു തിയറി ആയിട്ട് മാറിയിരിക്കുക. ഞാൻ പറഞ്ഞ ഇത് ജസ്റ്റ് തിയറി ആയിട്ട് അവിടെ ഇരിക്കരുത്. ഇത് വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ഇടയിൽ അത് സംഭവിക്കണം. ഞാനിത് പ്രസംഗമായിട്ട് പറയില്ല, ഇന്ന് റിയലായിട്ട് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോവുക. ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ്, മേ ബി ഈ മീറ്റിങ്ങിനിടയിൽ, അതല്ലെങ്കിൽ നിങ്ങൾ ഇത് കഴിഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത്, നിങ്ങൾ ചില ആൾക്കാർ ഗോൾഡൻ ഡസ്റ്റ് കാണാൻ വേണ്ടി പോവുക, സിൽവർ ഡസ്റ്റ് കാണാൻ വേണ്ടി പോവുക. നമ്മൾ ആ ഗ്ലോറിയുടെ തലം, ഞാൻ കുറച്ചും കൂടെ കൂട്ടി പറയട്ടെ, ഞാൻ ഇപ്പം റെവലേഷൻ കാണുവാണ്, ചില മുത്തുകൾ പോലെ ചില കാര്യങ്ങൾ പൊഴിഞ്ഞു കിടക്കുന്ന ഞാൻ കാണുക. അങ്ങനെ ചില അപ്പിയറൻസുകൾ, സൂപ്പർ നാച്ചുറൽ അപ്പിയറൻസുകൾ സഭയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, ഞാൻ ആ പ്രവചനത്തെ റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, ആ ഒരു സൂപ്പർ നാച്ചുറൽ റലം കർത്താവെ സഭയിൽ ഓപ്പൺ ആകട്ടെ. ഇത് വിശ്വസിക്കുന്ന സകല വ്യക്തികൾക്കും കർത്താവ് അതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അതിനെ റിലീസ് ചെയ്യുന്നു. അതിനോട് ഞാൻ കണക്ട് ചെയ്ത് ഞാൻ പറയട്ടെ, ഇത് ഞാൻ പറയുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ദുരുപദേശമായിട്ട് തോന്നും, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ആഫ്രിക്കൻ സൈഡിലാണ് കൂടുതൽ അത് പറയുന്നത്, മിറക്കിൾ മണി. അവർ പറയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ മണി വരും എന്നൊക്കെ പറയും. പക്ഷെ ഞാനത് സ്പിരിച്വലായിട്ട് പറയാൻ വേണ്ടി പോവാണ്. നിങ്ങൾ മിറക്കിൾ മണി കാണാൻ വേണ്ടി പോവുക. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റും. മിറക്കിൾ മണി എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ പറയുന്ന നോട്ട് ഇരട്ടിക്കുന്ന കാര്യമൊന്നും അല്ല. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത സോഴ്സിൽ നിന്ന് നിങ്ങളുടെ കയ്യിലേക്ക് ഫിനാൻസ് വരും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഐ റിലീസ് ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഐ റിലീസ് മിറക്കിൾ മണി. ഐ റിലീസ് മിറക്കിൾ മണി. ഐ റിലീസ് സൂപ്പർ നാച്ചുറൽ ഫിനാൻസസ്. കർത്താവെ, ആരൊക്കെ വിശ്വസിക്കുന്നോ അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ സംഭവിക്കട്ടെ. ചില $1 മില്യൺ പ്രൊജക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുക യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ ചില പ്രൊജക്റ്റുകൾ അവിടെ നിൽക്കുവാണ്. ഞാൻ സ്പിരിച്വൽ തലത്തിൽ കാണുവാണ്. അതിനെ ദൈവം റിലീസ് ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ബിസിനസ് ചെയ്യുന്ന സകല വ്യക്തികൾക്കും ആ ഓപ്പണിങ് ഞാൻ റിലീസ് ചെയ്യുന്നു. ആ ഓപ്പണിങ്ങൾ ഞാൻ റിലീസ് ചെയ്യുന്നത് സംഭവിക്കട്ടെ. ഞാൻ കാണുന്ന ഒരു റെവലേഷൻ, ഷോൺ ബ്രദറിനെ കാണുന്ന ഒരു റെവലേഷൻ ഞാൻ പറയാൻ വേണ്ടി പോവാണേ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബിസിനസ്സുകാർ ചേർന്ന ഒരു ഗ്രൂപ്പ് ഞാൻ കാണുക. ആ ഗ്രൂപ്പ് അതൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനകത്തോട്ട് ദൈവം ആഡ് ചെയ്യാൻ വേണ്ടി പോവുക. അങ്ങനെ ഒരു റെവലേഷൻ ഞാൻ കാണുക. അത് ഒരു സ്പിരിച്വൽ ബ്ലെസ്സിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങാണ്. അങ്ങനെ ഒരു വഴി ഓപ്പൺ ആവാൻ വേണ്ടി പോകും യേശുവിൻ്റെ നാമത്തിൽ. യേശുവിൻ്റെ നാമത്തിൽ ഞാനത് റിലീസ് ചെയ്യുന്നു. ആ വഴി അവിടെ ഓപ്പൺ ആകട്ടെ. ആ വഴി ഓപ്പൺ ആകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ് ഏതെങ്കിലും ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി. ഞാൻ പറഞ്ഞ കാര്യം, കർത്താവിന് മഹത്വം ആവശ്യമായിരുന്നു. രണ്ടാമത്തെ ഒരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാൻ 17:6. യേശുവിൻ്റെ നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു. അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു. നോക്കിയാൽ, നീ ലോകത്തിൽ എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ നിനക്കുള്ളവർ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ്. യേശു ദൈവവുമായിട്ട് ഒരു യൂണിറ്റിയിലായിരുന്നു. അവിടുന്നാണ് ദൈവം ഭൂമിയിലേക്ക് വന്നത്. എന്നിട്ട് പറയുവാണ്, നിനക്കുള്ള ഉണ്ടായിരുന്ന ആ മനുഷ്യരെ എനിക്ക് നീ തന്നിരിക്കുന്നു. കാര്യം നമ്മളെക്കുറിച്ചാണ്. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നുള്ള അടുത്ത തെളിവ്. നമ്മൾ പെട്ടെന്ന് ഒരു സ്ഥലത്തുനിന്ന് ചുമ്മാ വന്നതല്ല. നമ്മുടെ എക്സിസ്റ്റൻസ് ദൈവത്തിൻ്റെ കൂടെ, ദൈവത്തിൻ്റെ ഗ്ലോറിയിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, ഇത് വീണ്ടും സംഭവിക്കാൻ വേണ്ടി പോവാം. ആ യൂണിറ്റിയിൽ നമ്മൾ ഓൾറെഡി ആ യൂണിറ്റി നിൽക്കുക. പക്ഷെ നമുക്ക് ആ റെവലേഷൻ ഇല്ല. നമ്മൾ പിതാവിൻ്റെ കൂടെയാണ്, കർത്താവിൻ്റെ കൂടെയാണ്, നമ്മൾ അതേ യൂണിറ്റിയിലാണെന്നുള്ള റെവലേഷൻ നമ്മൾ വരുത്താൻ വേണ്ടി പോവാം. അത് ചിലർക്ക് വരാൻ വേണ്ടി പോവുക.
അത് സംഭവിക്കുമ്പോൾ ഈ ഗ്ലോറി നിങ്ങൾ കാണും. കാരണം ഇതിൻ്റെ നേച്ചർ ഗ്ലോറിയാണ്. ഇതിൻ്റെ നേച്ചർ ഗ്ലോറിയാണ്. കാരണം ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. ഇപ്പം ഞാനിപ്പം മനോജ് ബ്രദറെ നോക്കുമ്പം ഞാൻ ഈ ശരീരം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങളുടെ സ്പിരിച്വൽ ഐസ് ഓപ്പൺ ആവുകയാണെങ്കിൽ ഞാൻ കാണുന്ന തേജസ്സേറിയ മറ്റൊരു രൂപത്തെ ആയിരിക്കും. കാരണം അതാണ് റിയാലിറ്റി. കാരണം ഈ ബോഡി ഒരു ദിവസം മാറിപ്പോവും, ഉള്ളിലുള്ള വ്യക്തി വെളിപ്പെടും. ഇപ്പം വെളിപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഉള്ളിലാണ്. ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ സിഗ്നേച്ചർ അതേ കാണും. എന്ത് ചെയ്താലും ഗ്ലോറി എന്ന സിഗ്നേച്ചർ അതേ കാണും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാൻ വേണ്ടി പോവാണേ. ഫിലിപ്പിയർ 4:19. ഫിലിപ്പിയർ 4:19. എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. നോക്കിയേ, ഇതിനെക്കുറിച്ച് നമ്മുടെ പുതിയ നിയമം എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ റെവലേഷൻ എഴുതിയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലനാണ്. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും ദൈവം തീർത്തു തരും. പക്ഷെ പൗലോസ് അപ്പോസ്തലൻ ഇറങ്ങി എഴുതിയ സമയത്ത് കുറച്ചും കൂടി ഒന്ന് കറക്റ്റായിട്ട് എഴുതിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരും. പക്ഷെ എങ്ങനെയാണ്? മഹത്വത്തോടെ. കാരണം ദൈവം ചെയ്യുന്നത് മഹത്വത്തോടെയാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു പോയിന്റാണ് ഞാൻ പറയുന്നത്. ദൈവം എന്ത് ചെയ്താലും, നിങ്ങളൊരു എക്സാം എഴുതുവാണോ, മഹത്വത്തിൽ നിങ്ങളുടെ സ്കോർ വരും. കാര്യം അത് ദൈവത്തിന് മഹത്വം. നിങ്ങളൊരു ബിസിനസ് ചെയ്യുവാണോ, നിങ്ങളുടെ പ്രോഫിറ്റ് മഹത്വത്തിലായിരിക്കും കിട്ടാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ആരോഗ്യം, അതിനകത്തൊരു മഹത്വം കാണും. ഞാൻ പറഞ്ഞ കാര്യം സകലത്തിലും ദൈവത്തിൻ്റെ സിഗ്നേച്ചറുണ്ട്. അതാണ് ദൈവം പറയുന്നൊരു കാര്യം. ഞാൻ ഉദ്ദേശിച്ച പോയിന്റിലോട്ട് ഞാൻ ഇതുവരെ വന്നില്ല. റോമർ 8:30. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന്റെ വചനം പിന്നെയും പറയുകയാണേ, മുൻ നിയമിച്ചവരെ വിളിച്ചും. നമ്മളെ ഓൾറെഡി കർത്താവ് കണ്ടു. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മളെ വിളിച്ചവരെ നീതീകരിച്ചു. എൻ്റെ നീതിയല്ല, കർത്താവിൻ്റെ നീതി. കർത്താവിൻ്റെ നീതി എൻ്റെ മേൽ തന്നിട്ട് എന്നെ നീതീകരിച്ചു. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ചില ആൾക്കാരെ പ്രസംഗിക്കും തേജസ്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ വചനം എഴുതിയിരിക്കുന്നത് എന്താണ്? തേജസ്കരിച്ചും ഇരിക്കുന്നു. അതൊരു ഓൾറെഡി നടന്ന പ്രോസസ്സ്, നടക്കാൻ വേണ്ടി പോകുന്ന പ്രോസസ്സല്ല. അതിൻ്റെ ഇംഗ്ലീഷ് എഴുതിക്കുന്നത് എന്താ? ഹി ജസ്റ്റിഫൈഡ് ദം, ഹി ഓൾസോ ഗ്ലോറിഫൈഡ്. അങ്ങനെ എഴുതിയിരിക്കുന്നത്. അതൊരു പാസ്റ്റ് ടെൻസാണ്, നടന്ന കാര്യം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഗ്ലോറിഫിക്കേഷൻ നടന്നു. എവിടെയാ? നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ആത്മാവിൽ ഗ്ലോറിഫിക്കേഷൻ നടന്നു. ഇത് വിശ്വസിക്കുമോ നിങ്ങൾ? ഇതാണ് സത്യം. ഇനി ആരെങ്കിലും നിങ്ങളോട് പറയുവാണേ നിങ്ങൾ പ്രാർത്ഥിക്കണം ഗ്ലോറി എങ്ങോട്ട് വെളിപ്പെടാൻ വേണ്ടി, ഞാൻ അങ്ങനെ പറയത്തില്ല. നിങ്ങൾക്ക് കർത്താവിൽ എന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്ക് റെവലേഷൻ ഉണ്ടെങ്കിലേ വെളിപ്പെടത്തുള്ളൂ. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വചനത്തിൽ കൂടി ഒരു കാര്യം വെളിപ്പെടുത്തു, അത് നിങ്ങൾ വിശ്വസിച്ച് അത് നിങ്ങൾക്കൂടെ സംഭവിക്കും. ഞാൻ വിശ്വസിക്കുകയാണ് ഈ ഗ്ലോറിഫിക്കേഷൻ എൻ്റെ ബോൺ അഗെയിൻ സ്പിരിറ്റിൽ നടന്നു കഴിഞ്ഞ് ഞാൻ വിശ്വസിച്ചാൽ ഞാൻ മഹത്വം കാണാൻ വേണ്ടി തുടങ്ങും. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഏറ്റവും നന്നായിട്ട് ഗ്ലോറിയെക്കുറിച്ച് പ്രസംഗിച്ചത് എൻ്റെ അറിവിൽ, എനിക്കറിയത്തില്ല, ഞാൻ വരുന്നതിന് മുമ്പ് ആരെങ്കിലും പറഞ്ഞെന്ന് എനിക്കറിയത്തില്ല, നമ്മുടെ നെൽസൺ പാസ്റ്റർ പ്രസംഗിച്ചു. അദ്ദേഹം നന്നായിട്ട് ഗ്ലോറിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ ഗ്ലോറിയെക്കുറിച്ച് വലിയ അത്ര റെവലേഷൻ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹം. പക്ഷെ നമ്മുടെ ബുദ്ധി കൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ദൈവം വെളിപ്പെടുത്തണം. എത്ര പറഞ്ഞാലും നമ്മുടെ ബുദ്ധി കൊണ്ട് ഇത് പറ്റത്തില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കയ്യിൽ സിൽവർ ഡസ്റ്റ് വന്നു. ഞാൻ വിചാരിച്ചത് അത് ചുമ്മാ എന്തെങ്കിലും വന്നായിരിക്കും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കോകുല സിസ്റ്റർ, നമ്മുടെ ലസാറ ബ്രദറിൻ്റെ വീട്ടിൽ, പാസ്റ്റർ എൻ്റെ കൂടെ ഇരിക്കുന്നു, മനോജ് ബ്രദർ എൻ്റെ കൂടെ ഇരിക്കുന്നു. ഞാൻ കയ്യിൽ, അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ AC-യാണ്. AC-യുടെ പുറകിൽ ഇരുന്നിട്ടും ഒരു ചൂട് എൻ്റെ മേത്ത് വരാൻ വേണ്ടി തുടങ്ങി. ഞാൻ ജസ്റ്റ് കയ്യിലോട്ട് നോക്കിയപ്പം കയ്യിൽ സിൽവർ ഡസ്റ്റ് അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുക. മനോജ് ബ്രദർ എൻ്റെ ഫോട്ടോ എടുത്തു. അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം ഇതൊരു സത്യമാണ്. റെവലേഷൻ വന്നപ്പോൾ അത് വെളിപ്പെടാൻ വേണ്ടി തുടങ്ങി. ഞാൻ പറഞ്ഞ കാര്യം ഇതിങ്ങും വരാൻ വേണ്ടി പോകുന്ന കാര്യമല്ല, ഓൾറെഡി ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, നിങ്ങൾ ഓൾറെഡി തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി
സങ്കീർത്തനങ്ങൾ 8:4, 8:4-5. സങ്കീർത്തനങ്ങൾ 8:4-5. കഴിഞ്ഞ ദിവസം ഷോൺ ബ്രദർ എബ്രായ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചു. അത് വന്നിരിക്കുന്നത് സങ്കീർത്തനത്തിൽ നിന്നാണ്. 8:4-5. മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്, മനുഷ്യപുത്രനെ സന്ദർശിക്കണവൻ എന്തും മാത്രം. നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നത് ആക്ച്വലി മനുഷ്യനെ കുറിച്ച് തന്നെയാണ്. പക്ഷേ എബ്രായ ലേഖനത്തിലോട്ട് വരുമ്പോൾ അതും യേശുവുമായിട്ടുള്ള കണക്ഷൻ പൗലോസ് അപ്പോസ്തലൻ കാണിച്ചിരിക്കുക. പക്ഷേ ഈ മനുഷ്യനെ കുറിച്ച് ശരിക്കും നോക്കി, നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. അണിയിക്കാൻ പോകുന്നല്ല, അത് ഓൾറെഡി സങ്കീർത്തനങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത്. അന്ന് നമ്മുടെ ആക്ച്വലി പുതിയ നിയമമായിട്ട് പോലുമില്ല, പക്ഷേ ഓൾറെഡി ഒരു പ്രവചനം എഴുതിയിരിക്കുക, തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. ദൈവത്തെക്കാളും അല്പം മാത്രം താഴ്ത്തി. ഞാൻ ഈ പുതിയ നിയമത്തിൽ വന്ന് സംഭവിച്ച കാര്യം, യേശു എൻ്റെ ഉള്ളിലിരിക്കുക. യേശു ക്രിസ്തുവിലുള്ള സകല കാര്യങ്ങളും എന്നിൽ കൂടെ വെളിപ്പെടും. യേശു പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഞാനിപ്പോൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. ഇപ്പം ലോകത്തിൻ്റെ ഒരു സിസ്റ്റം പറയാം. ഒരു മാർഷൽ ആർട്ട് അറിയാവുന്ന ഒരു വ്യക്തി, ഒരു കരാട്ടെ ആകട്ടെ എന്തായിക്കോട്ടെ, അവർ തങ്ങളുടെ ശിഷ്യന്മാരെ എന്തെങ്കിലും പഠിപ്പിക്കുവാണെങ്കിൽ ഒരു പടി താത്തിയെ പഠിപ്പിക്കത്തുള്ളൂ. വലിയ കാര്യങ്ങൾ അവരുടെ കൈ വെക്കും. എൻ്റെ ഫാദർ ഈ കളരി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, കളരി. എൻ്റെ ഫാദർ കളരി പഠിച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ കുറച്ച് ബുക്കുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠിച്ച സമയത്ത് പറഞ്ഞതാണ്, ഒത്തിരി അടവുകളുണ്ട്. എനിക്കൊന്ന് 18 അടവുകളുണ്ടെന്നാണ് പറഞ്ഞത്. എല്ലാ അടവുകളും ശിഷ്യന്മാരെ പഠിപ്പിച്ച് ചില കാര്യങ്ങൾ സീക്രട്ടായിട്ട് അവർ കൈവെക്കും. കാര്യം അവർ ഗുരുക്കന്മാരായിട്ട് നിൽക്കണമെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കത്തില്ല. പണ്ടൊരു കെമിസ്ട്രി പ്രൊഫസർ ഞങ്ങളെ ഒരു തിയറി പഠിപ്പിക്കുക, കുറേ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു തരത്തില്ല, അത് പറയുവാണെങ്കിൽ നിങ്ങൾ എന്നേക്കാളും മുകളിലായി പോകും. പക്ഷെ യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ എന്നേക്കാളും വലിയ കാര്യം ചെയ്യും. ഇതാണ് ദൈവം. എന്നിൽ കൂടെ കർത്താവ് വെളിപ്പെടും. യേശുവിൽ കൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, വലിയ കാര്യങ്ങൾ. അപ്പൊ കർത്താവ് നമ്മളെ അതിനുവേണ്ടി ആറല പോലും താന്നു പോകരുത്, അതുകൊണ്ട് തേജസ്സും കൂടെ അണിയിച്ചിരിക്കുക. ഇനിയും ഒരു വാക്യം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഈ ഗ്ലോറി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമുക്ക് അതും റിയലാണ്. യോഹന്നാൻ 17:24. യോഹന്നാൻ 17:24. പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നയിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നോക്കിയേ, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം കാണേണ്ടതിന്. നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നോക്കിയാൽ പറ്റത്തില്ല. ഞാൻ ഇരിക്കുന്ന ഇടത്ത് ഇരുന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നമ്മൾ എഫേസ്യ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പലതവണ പറഞ്ഞു കഴിഞ്ഞു, നമ്മളെ കർത്താവിൻ്റെ കൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രെയർ ലൈഫിൽ, നമ്മുടെ സ്പിരിച്വൽ തലത്തിൽ നമുക്കിത് കാണാം. പലതവണ ഞാൻ പറഞ്ഞു, ഇത് കാണാൻ വേണ്ടി പറ്റും, ഇത് റിയലാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ പലരും ഓൾറെഡി കണ്ടു കാണും. പലരും നിങ്ങൾ പ്രാർത്ഥന സമയത്ത് ഓൾറെഡി കണ്ടു കാണും. ഇത് കാണാൻ വേണ്ടി ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. മോശ ചോദിച്ചു, എനിക്ക് ഈ മഹത്വം ഒന്ന് കാണിച്ചു തരണം. അപ്പം ദൈവത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ അതായത് ദൈവം പറഞ്ഞ മറുപടി നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റത്തില്ലെന്നാണ് മോശയോട് പറഞ്ഞു. ഞാൻ ഒരു വാക്യം വായിക്കാം. പുറപ്പാട് 33:20. പുറപ്പാട് 33:20. നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല എന്നും അവൻ കൽപ്പിച്ചു. പഴയ നിയമത്തിൽ മോശ എന്ന് പറഞ്ഞ ദൈവവുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള പ്രവാചകനാണ്. ആ മോശയോട് പറയാ, നിനക്ക് എൻ്റെ മുഖം കാണാൻ വേണ്ടി പറ്റത്തില്ല, കണ്ടാൽ ജീവനോടെ ഇരിക്കാൻ വേണ്ടി പറ്റത്തില്ല. യേശു ശിഷ്യന്മാരെയും കൊണ്ട് മലയുടെ മുകളിലോട്ട് കയറുക. അവിടെ ചെന്ന് ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് യേശു രൂപാന്തരപ്പെട്ടു. എന്നിട്ട് വചനം എഴുതിയിരിക്കുക, യേശുവിൻ്റെ വസ്ത്രം ലോകത്തിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കാനാകാത്ത രീതിയിൽ വെള്ളയായിട്ട് മാറി. ഞാൻ എൻ്റെ റെഫറൻസ് എടുക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾ വായിച്ചിട്ടുള്ളതല്ലേ, എടുക്കണോ? വേണ്ടല്ലോ. അതായത് ഒരു അലക്കുകാരനും വെളുപ്പിക്കാനാകാത്തതുപോലെ വെള്ളയായി തീർന്നു. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ചർച്ചിൽ, അത് ഞാൻ തെറ്റെന്നല്ല പറയുന്നത്, നമുക്കൊരു
കൂടുതൽ ഞാൻ കാണുന്ന പാരമ്പര്യ ചേർച്ചിൽ അവർ വെള്ള ഉടുപ്പ് എടുത്തുള്ളൂ. കാര്യം അവർ വിചാരിക്കുന്ന വെള്ള എന്ന് പറയുന്ന എന്തോ ഒരു വിശുദ്ധിയാണ്. ഇവിടെ നോക്കി, യേശു മലയിൽ കയറിയ സമയത്ത് വെച്ചിരുന്നത് വെള്ളയല്ല. മഹത്വം വെളിപ്പെട്ടപ്പോൾ അത് മോളിൽ നിന്നൊരു ലൈറ്റ് അടിക്കുകയല്ല, യേശു രൂപാന്തരപ്പെട്ടിട്ട് മഹത്വം എന്താ പറയുക, അവർക്ക് കാണത്തക്ക രീതിയിൽ ആ ഫിസിക്കൽ ബോഡിയിൽ അപ്പിയർ ആയിട്ട് ഉടുത്തിരിക്കുന്ന വസ്ത്രം വെള്ള പോലെ തോന്നി. വെള്ളയായെന്ന് പറഞ്ഞ ഈ നമ്മൾ ഏറ്റവും സിമ്പിൾ ഒരു സയൻസ് ഉണ്ട്. നമ്മളൊരു ലൈറ്റ് ഒരു വസ്തുവിലോട്ട് അടിക്കുവാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പം നമുക്കറിയാം വിബ്ജിയോർ, അതാണ് പിള്ളേർക്കൊക്കെ നിസ്സാരമായ കാര്യം. വിബ്ജിയോർ ഒരു വിസിബിൾ റീജിയനകത്തെ അതിൻ്റെ ഫ്രീക്വൻസീസാണ്. ഒരു ലൈറ്റ് ഒരു സർഫസിലോട്ട് അടിക്കുവാണെങ്കിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. എല്ലാ ഫ്രീക്വൻസിയും റിഫ്ലക്റ്റ് ചെയ്യുവാണെങ്കിൽ അത് വെളുത്തിരിക്കും. നേരെ മറിച്ച് എല്ലാത്തിനെ അബ്സോർബ് ചെയ്യുവാണെങ്കിൽ അത് കറുത്തിരിക്കും. നോക്കി, ഇവിടെ സംഭവിച്ച കാര്യം, യേശുവിൻ്റെ മേന്ന് തേജസ് വെളിപ്പെട്ടിട്ട് യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചെന്നാണ് പറയുന്നത്. ഈ ഉടുത്തിരിക്കുന്ന വസ്ത്രം കാണുന്നില്ല, പക്ഷെ തേജസ് മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ദൈവം പറഞ്ഞു തന്നെ എൻ്റെ മുഖം കാണാൻ വേണ്ടി പറ്റത്തില്ല. യേശു പറഞ്ഞു മലയുടെ മുകളിലോട്ട് വാ. പ്രാർത്ഥിച്ച സമയത്ത് രൂപാന്തരപ്പെട്ടിട്ട് അവർ കർത്താവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ കണ്ടു, അവർ കർത്താവിൻ്റെ തേജസ് കണ്ടു. ഇനി നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലോട്ട്, വെളിപ്പാട് പുസ്തകം അതുകൂടെ ഞാൻ വായിക്കാം. വെളിപ്പാട് പുസ്തകം, വെളിപ്പാട് 1:13, 14, 15. എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. വെളിപ്പാടിന് 1:13 തൊട്ട്, വെളിപ്പാട് 1:13 തൊട്ട് 15 വരെ. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. നോക്കി, ദൈവത്തെ കാണാൻ വേണ്ടി പറ്റത്തില്ല, പക്ഷെ ഇവിടെ കാണുക, ഡീറ്റെയിൽഡ് ആയിട്ട് കാണുക. തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കാണാം. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അടുത്ത വാക്യം, അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും. നോക്കിയേ, മുഖം കാണാൻ വേണ്ടി പറ്റിയോ? മുഖം കാണാം. തലമുടിയും വെളുത്ത പഞ്ഞി പോലെ, ഹിമത്തോളം വെള്ളയും, കണ്ണ് അഗ്നിജ്വാല. അപ്പൊ ചുരുക്കം പറഞ്ഞ തലമുടി കണ്ടു, കണ്ണ് കണ്ടു, മുഖം കണ്ടു. അടുത്ത വാക്യം, കാലുലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയും ആയിരുന്നു. ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു. ഇനി താഴോട്ട് വായിക്കുമ്പോൾ നോക്കിയോണേ, താഴോട്ട് വായിക്കുന്ന സമയത്ത് 17-ാമത്തെ വാക്യം, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഇംഗ്ലീഷ് നോക്കിയാൽ, ഫിയർ നോട്ട്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. ദൈവത്തെ കണ്ടു. കണ്ട സമയത്ത് നോക്കി, മരിച്ചവനെ പോലെ വീണു. ടെൻഡൻസി ആ ജഡത്തിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജീവനുള്ള ദൈവത്തിന് മുമ്പിൽ ഒരു ജഡം വന്നു നിന്നാൽ ആള് മരിച്ചിരിക്കും. പക്ഷെ ഇവിടെ മരിച്ചവനെ പോലെ വീണു, മരിച്ചില്ല. ദൈവം എന്നാ ചെയ്ത, ഞാൻ ഭയപ്പെടേണ്ട, അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യം അങ്ങനെ പറഞ്ഞിട്ട് പറയുക. ഞാൻ പറഞ്ഞ കാര്യം, മരണം സംഭവിക്കേണ്ടതാണ്, മരണം സംഭവിച്ചില്ല. എന്തുകൊണ്ടാ? ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം, ഒറ്റ വാക്യം കൂടെ. കൊലോസ്യർ 3:4. കൊലോസ്യർ 3:4. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. മരിക്കണം എന്നുണ്ടെങ്കിൽ ജീവൻ പോണം. ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ ജീവനായ ക്രിസ്തു. വെൻ ക്രൈസ്റ്റ് ഹൂ ഈസ് അവർ ലൈഫ്. എൻ്റെ മേലുള്ള ലൈഫ് യേശു തന്നെയാണ്. മരിക്കുക ഇമ്പോസിബിളാണ്. പക്ഷെ ടെൻഡൻസി, ജഡത്തിൻ്റെ ടെൻഡൻസി താഴെ പോകണമെന്നാണ്, പക്ഷെ മരിച്ചില്ല. ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ ഉള്ളിൽ ഈ തേജസ് ഇരിക്കുവാണ്. നമ്മളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഞാൻ പറഞ്ഞ കാര്യം, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജഡശരീരം ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു സമയമുണ്ട്. അത് കർത്താവിൻ്റെ 2ാം വരവില്ല. പക്ഷേ കർത്താവ് മറുരൂപാമലയിൽ വെച്ചിട്ട് ട്രാൻസ്ഫിഗറേഷൻ സംഭവിച്ചു, ഒരു രൂപാന്തരം സംഭവിച്ചെങ്കിൽ അതേ വെളിപ്പാട് നമ്മുടെ ഭൂമിയിലും സംഭവിക്കും. അത് സത്യമായ കാര്യം. 2ാമത്തെ കാര്യം, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ
ജീവൻ ഇരിക്കുക. യേശുവാണ് നമ്മുടെ ജീവൻ. അപ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ റെവലേഷൻ പിടിച്ചാൽ, ഞാൻ ഈ ഗ്ലോറിയെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, ദൈവത്തിൻ്റെ ഗ്ലോറിയുടെ തലം നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ വെളിപ്പെടും. ഇത് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ പോകുന്ന സമയത്ത് മുകളിൽ കൂടെ ലൈറ്റ് വരുമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ചെന്ന് നിൽക്കും. സാധാരണ നമ്മളെങ്ങനെ പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിച്ച് ഭയങ്കരമായിട്ട് പറയും. പക്ഷേ ഇത്തവണ ഈ റെല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നാൽ മതി, തന്നെ കാര്യങ്ങൾ സംഭവിക്കും. എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല. ദേവാലയത്തിൽ മേഘം ഇറങ്ങിയ സമയത്ത് പുരോഹിതന്മാരൊന്നും ചെയ്തില്ല. ദൈവത്തിൻ്റെ മേഘം തന്നെ ഇറങ്ങിയ കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്തു. ആരും കൊണ്ട യാഗപീഠത്തെ കൊണ്ട് തീയിട്ടില്ല. ഒരു ഭാഗത്ത് പറയുന്നുണ്ട് തീയിട്ടില്ല, തന്നെ തീ ഇറങ്ങി വന്ന് യാഗത്തെ എടുത്തു. തീ ഇറങ്ങേണ്ട സ്ഥലത്ത് തീ ഇറങ്ങും. എന്തെങ്കിലും ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ആയിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ഈ മഹത്വത്തിൽ വെളിപ്പെടും. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ വിശ്വസിക്കുക, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു മഹത്വത്തിൻ്റെ തലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോവാം. നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് റിയലായിട്ട്, നിങ്ങൾക്ക് ടാൻജിബിൾ പ്രസൻസ് സംഭവിക്കാൻ വേണ്ടി പോവാം. വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ റഹതിരിയോ ലഹറധോ ഷഹറധിരിഖോ ഷഹറധിരിഖോ ലഹറധിരിയോ ഷഹറധിരിമോഹോ ഹലഹറോ ഷഹറിധിരിയോ ഹല്ലേലൂയ ഓരിധിമാരിയോസിയോ ലോഹോറിയാതിയോരിയോ ഹോറിയാതിയോ ലഹറധിയോ ഹോലാദിയോരിയോ ദിയാരഹോ ഹോലഹസിയോരിയോ ദിയോ ലോഹോറിയാതിയോ റോഖോന ഹസിഖോ ലോഹോറിയാഥോറിയോഷിയോ ഹോലഹദിയോരിയോ ദിയോ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അങ്ങയുടെ സ്വർഗത്തിലെ തലം വെളിപ്പെട്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമം. കർത്താവ്, ഇപ്പോൾ അത് അവരുടെ ശരീരത്ത് അവർക്ക് സ്പർശിക്കത്തക്ക രീതിയിൽ കർത്താവെ അങ്ങയുടെ റലം വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൻ്റെ റലം, മഹത്വം കർത്താവ് ഇവരുടെ മേൽ വെളിപ്പെടണം യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ ആ ഒരു റലം ഇവിടെ ഓപ്പൺ ആവുക യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങൾ വിശ്വസിച്ചാലോ ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ ഞാൻ എൻ്റെ ശരീരത്തെ അനുഭവിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവെ, അങ്ങയുടെ റലത്തിന് നന്ദി പറയുന്നു. അങ്ങയുടെ സ്വർഗം, ആ തല ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന സമയത്ത് തന്നെ ദൈവം എന്നോട് പറഞ്ഞ കാര്യം പറയാം, ഡെമോണിക് റലം ബ്രേക്ക് ആവുക. ഡെമോണിക് റലംസ് ബ്രേക്ക് ആകുക യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സമിടുന്ന ആ തടസ്സം ഇന്നിവിടെ ബ്രേക്ക് ആകുക യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ദൈവം മനഡോക്ടറോട് പറയുക, ഒരു ഡെമോണിക് റലം ബ്രേക്ക് ആകുക. നിങ്ങളെ പുറകോട്ട് വലിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ ഇന്ന് ദൈവം ബ്രേക്ക് ചെയ്യുക യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഇപ്പോൾ അത് സംഭവിക്കുക യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഇപ്പോൾ ആ ഒരു സ്ഥാപനത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. I break it in the mighty name of Jesus. I cancel every demonic connections in the name of Jesus. In the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അതിൻ്റെ പുറകിലുള്ള കെട്ടുകളെ ഞാൻ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. ഞാൻ ആ ഫിനാൻസിൻ്റെ ഫ്ലോയെ ഞാൻ റിട്ടേൺ ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ കാണുന്ന റെവലേഷൻ അത് നിങ്ങളിലേക്ക് ഒരു അനുഗ്രഹം. ഞാൻ കാണുന്ന റെവലേഷൻ കാണാം. ഞാൻ കുറേ നോട്ടുകൾ അങ്ങോട്ട് പറന്ന് തിരിച്ചു കയറുന്നതായിട്ട് ഞാൻ കാണും യേശുവിൻ്റെ നാമത്തിൽ. ആ ഫ്ലോയെ ഞാൻ വീണ്ടും റിലീസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, ഞങ്ങളുടെ മഹത്വം ഇവിടെ റിലീസ് ചെയ്ത കൃപയ്ക്കായിട്ട് നന്ദി. മഹത്വം ഇവിടെ വിശ്വസിക്കുക. ആ റലം ഇവിടെ ഓപ്പണാണ്, ആ റലം ഇവിടെ ഓപ്പണാണ്. ദൈവം എന്നോട് ചില ആൾക്കാരോട് പ്രവചിക്കാൻ വേണ്ടി പറയുക. ദൈവം പറഞ്ഞ വാക്ക്, നിങ്ങളൊന്നും ചെയ്യത്തില്ല, നിങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. നിങ്ങൾ നിൽക്കുമ്പോൾ, നിങ്ങൾ നടക്കുന്ന അന്തരീക്ഷം വേറെയാണ്. നിങ്ങൾ നടക്കുന്ന അന്തരീക്ഷം ഈ ഗ്ലോറിയാണ് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ,
യേശുവിൻ്റെ നാമത്തിൽ. ശ്രീ ബ്രദറെ, ദൈവത്തിൻ്റെ ആത്മാവ് പറയുക, ഈ ഒരു മഹത്വം കാണാൻ വേണ്ടി പോവുക. ചില കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാൻ വേണ്ടി പോവുക. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. അതിനുവേണ്ടി ഒന്നും മാനുഷികമായിട്ടൊന്നും ചെയ്യത്തില്ല. പക്ഷെ എൻ്റർ ചെയ്യുമ്പോൾ, നടക്കുന്ന സമയത്ത് ആ മഹത്വത്തിൻ്റെ തല നിമിത്തം പിന്നെ ഞാൻ കാണാം ഒരു മേഘമിറങ്ങും. ആ സമയത്ത് കാര്യങ്ങൾ സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ. ലഹറധീരിയോ ഷഖോ റഹതിരിഖോ ലഹറധീരിയോ. യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഫിനാൻസുകൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് പോകുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഫ്ലോ ഇന്ന് അതിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ആ ഒരു പ്രശ്നത്തെ ഞാനിവിടെ ബ്രേക്ക് ചെയ്യുക യേശുവിൻ്റെ നാമത്തിൽ.